അന്തിക്കാട്ടെ ജനങ്ങൾ 3 പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന പൊതുശ്മശാനം എന്ന ആവശ്യം നിരാകരിക്കുന്ന LDF ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ BJP അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. മാർക്കറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഇന്ന് BJP നടത്തിയ ഈ സമരം പൊതുശ്മശാനം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പൊതുശ്മശാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള സമരവുമായി രംഗത്ത് വരുവാനുണ്ടായ സാഹചര്യം എനിക്ക് മുന്നേ സംസാരിച്ചവർ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കൊന്ന് ഏകദേശം 27ഓളം മരണാനന്തര സമ്മതികൾ നിലനിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അന്തിക്കാട് പഞ്ചായത്ത്. 27 അത്തരത്തിലുള്ള കൂട്ടായ്മകൾ നിലനിൽക്കുന്നു. ഈ കൂട്ടായ്മകൾ തന്നെ ഈ പഞ്ചായത്തിന് 2-3 സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് അവർ തന്നെ പൈസ മുടക്കി കൊടുക്കാൻ തയ്യാറായിട്ടും കൊടുത്തിട്ടും അത് വേറെ രീതിയിൽ ഉപയോഗിക്കുകയാണ്. ചിലത് വകമാറ്റി ചെലവഴിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ പൊതുശ്മശാനത്തിന് വേണ്ടി മരണാനന്തര സമ്മതികൾ കണ്ടെത്തി അവർ തന്നെ മുടക്കി പൈസ മുടക്കി വാങ്ങിച്ചു കൊടുത്ത സ്ഥലം ഇന്ന് മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഞാനറിഞ്ഞത്. ഇവിടുത്തെ മരണാനന്തര ക്രിയകൾ ചെയ്യുവാൻ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ടി വരും. താഞ്ഞത്തായാലും മണലൂരായാലും ഒക്കെ കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് CG പ്രസാദ് ആമുഖ പ്രസംഗം നടത്തി. മുൻ MLA CC മൂന്തൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, വാർഡ് മെമ്പർ ബിജു അണ്ടയെഴുത്ത്, മരണാന്തര സഹായ സമിതി സെക്രട്ടറി പള്ളിയിൽ മാധവൻ, നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഗോകുൽ കരിപ്പിള്ളി, VS സുനിൽദത്ത്, മഹിളാ മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രസീത കൃഷ്ണകുമാർ, മഹിളാ മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ രഞ്ജു, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജു പള്ളിയിൽ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ദീപേഷ്, SSC മോർച്ച മണ്ഡലം സെക്രട്ടറിമാരായ സനൽ ഗോപി, രതീഷ് മാമ്പുള്ളി, സുയിൻ KS, വേലായുധൻ പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. പ്രതീകാത്മകമായി പഞ്ചായത്തിന് മുന്നിൽ സംസ്കാര കർമ്മവും നടത്തി.